ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കിടയിൽ NMMS എന്ത് കാര്യം എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായി സാർ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ NMMS പരീക്ഷയിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ NMMS എഴുതുന്നവരായിരിക്കും. കാരണം അവർക്ക് ക്രിസ്മസ് പരീക്ഷയും നന്നായിട്ട് എഴുതണം, NMMSന് വേണ്ടിയിട്ടും പാരലലി പ്രിപ്പയർ ചെയ്യണം. ഒരുപാട് കുട്ടികൾ അത് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, കുറച്ച് ആളുകളെങ്കിലും ടെൻസ്ഡായി നിൽക്കുന്നുണ്ട് ആണല്ലോ. ഈ ഒരു അവസാന സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ സാധാരണ ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്, നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, ചോദ്യങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 ഓപ്ഷൻ കാണുന്ന സമയത്ത് ചിലപ്പോൾ 4 ഓപ്ഷനും ശരിയായി തോന്നും, ചിലപ്പോൾ 4 ഓപ്ഷനും തെറ്റായി തോന്നും, ചിലപ്പോൾ നമുക്ക് നന്നായി അറിയുന്നത് തന്നെ ഓപ്ഷൻ മാറിപ്പോവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവണമെങ്കിൽ നമുക്ക് എക്സാം എഴുതിയിട്ടുള്ള നല്ലൊരു പരിചയം വേണം. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടി എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാണ് ഓൺലൈൻ NMMS മെഗാ മോഡൽ എക്സാം. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെഗാ മോഡൽ എക്സാം എഴുതാനുള്ള ഒരു അവസരം എജുപോർട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു എക്സാമിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ആറ്റിക്കുറുക്കിയെടുത്ത ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാണ് ഈ ഒരു എക്സാം നടക്കുന്നത്? ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് 27 ഡിസംബർ. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിലായിരിക്കും ഉണ്ടാവുക. 27-ാം തീയതി ഡിസംബർ രാത്രി 7 മണി മുതൽ 8:30 വരെ ആയിരിക്കും ഈ ഒരു മെഗാ മോഡൽ എക്സാം നടക്കുന്നത്. ഈ ഒരു മെഗാ മോഡൽ എക്സാം എഴുതുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് മാത്രമാണോ ബെനിഫിറ്റ് ആയിട്ടുള്ളത്? അല്ല, ഒരിക്കലുമല്ല. നിങ്ങളെ കാത്ത് എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്താണ് സമ്മാനങ്ങൾ? ഇതിൽ വിന്നറാകുന്ന ആളുകളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത് നോക്കുക. ഏറ്റവും ടോപ്പറാകുന്ന 14 ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് എഴുതാൻ പോകുന്ന ഈ ഒരു എക്സാമിൽ ടോപ്പറാവുന്ന കുട്ടിയെ കാത്തിരിക്കുന്നത് 20,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ്. വിച്ച് മീൻസ് NMMS എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വലിയൊരു ക്യാഷ് അവാർഡിന് നിങ്ങൾ എലിജിബിൾ ആവാനുള്ള അവസരമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്ന സ്കൂളിൽ, ആ സ്കൂളിന് 10,000 രൂപ ക്യാഷ് അവാർഡും അതുപോലെ സർട്ടിഫിക്കറ്റും ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന സ്കൂളിനും ഇത്തരത്തിലുള്ളൊരു അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിൽ നിന്നും ടോപ്പർമാരാകുന്ന ആളുകൾ, 14 ജില്ലകളിൽ നിന്നും ടോപ്പർമാരാകുന്ന കുട്ടികൾക്ക് 5,000 രൂപയും സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ എഴുതുന്ന സ്കൂളുകൾ ഉണ്ടാകും. ആ സ്കൂളുകളിലൊക്കെ സ്കൂൾ ടോപ്പർമാർക്ക് 1,000 രൂപയും സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്കറിയാം എക്സാം എഴുതി പരിചയിക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ക്യാഷ് അവാർഡുകൾ കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും സംശയം ഉണ്ടാകും. അതുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് എക്സാമിൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സാമിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ മാറും അല്ലെങ്കിൽ എത്തിപ്പെടും. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ആൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ആ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിനെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്യും. സോ ഇത് നമ്മൾ എന്ത് ഇട്ട് കാണണം? ഒരു NMMS ബിഫോർ NMMS, അതായത് NMMS പരീക്ഷയ്ക്ക് മുമ്പ് നമ്മളൊരു NMMS എഴുതുന്ന പോലെ തന്നെ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം. സീരിയസ് ആയിട്ട് പഠിക്കണം, സീരിയസ് ആയിട്ട് എഴുതണം. ഈ ക്യാഷ് അവാർഡ് നിങ്ങളിൽ ഒരാൾക്ക് നേടാനും പറ്റണം. അപ്പോൾ പറഞ്ഞ പോലെ എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, എക്സാമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം, ഓർ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.